സത്യദൈവമിതേ, സർവ സൃഷ്ടികളും ആരാധിക്കുന്ന സത്യദൈവമിതേ. ഒന്നാം ദിവസത്തിൽ യെരിഹോ കോട്ടയെ ഒരു വട്ടം ചുറ്റി. ഒന്നാം ദിവസത്തിൽ യെരിഹോ കോട്ടയെ ഒരു വട്ടം ചുറ്റി. 2, 3, 4, 5, 6 ദിനങ്ങളും ഓരോ വട്ടം ചുറ്റി. 2, 3, 4, 5, 6 ദിനങ്ങളും ഓരോ വട്ടം ചുറ്റി. അത്ഭുത നാമമിതേ, അതിശയ ദൈവമിതേ, സർവ സൃഷ്ടികളും ആരാധിക്കുന്ന സത്യദൈവമിതേ, സർവ സൃഷ്ടികളും ആരാധിക്കുന്ന സത്യദൈവമിതേ. ഏഴാം ദിവസത്തിൽ കാഹളങ്ങൾ മുഴക്കി ഒന്നിച്ച് ആർപ്പിട്ടപ്പോൾ, ഏഴാം ദിവസത്തിൽ കാഹളങ്ങൾ മുഴക്കി ഒന്നിച്ച് ആർപ്പിട്ടപ്പോൾ, യെരിഹോ കോട്ട ഇടിഞ്ഞു ഞെഞ്ഞമർന്ന് തകർന്ന തരിപ്പണമായി. യെരിഹോ കോട്ട ഇടിഞ്ഞു ഞെരിഞ്ഞമർന്ന് തകർന്ന തരിപ്പണമായി. അത്ഭുത നാമമിതേ, അതിശയാം ദൈവമിതേ, സർവ സൃഷ്ടികളും ആരാധിക്കുന്ന സത്യദൈവമിതേ, സർവ സൃഷ്ടികളും ആരാധിക്കുന്ന സത്യദൈവമിതേ. ഇസ്രായേൽ യോദ്ധാക്കളെല്ലാം യെരിഹോ പട്ടണത്തെ ഒരു ദിവസം ഒരു പ്രാവശ്യം ചുറ്റി. പിന്നെ 2, 3, 4, 5, 6 ദിവസം ഓരോ പ്രാവശ്യം ചുറ്റി. എന്നാൽ 7-ാം ദിവസം വ്യത്യാസപ്പെട്ടതായിരുന്നു. അന്ന് 7 പ്രാവശ്യം പട്ടണത്തെ ചുറ്റാൻ യോശുവ ജനത്തോട് പറഞ്ഞു. യോശുവ പറഞ്ഞിട്ടുണ്ടല്ലേ, ഞാൻ ആർപ്പിടുമെന്ന് പറയുമ്പോഴാണ് നിങ്ങൾ ആർപ്പിടേണ്ടതെന്ന്. അപ്പൊ ഈ 6 ദിവസം അവര് മിണ്ടരുതെന്ന് പറഞ്ഞോണ്ട് മിണ്ടിയതില്ല അല്ലേ. 7-ാം ദിവസം അവരെന്ത് ചെയ്തു? കാഹളം ഊതിയപ്പോൾ യോശുവ ജനത്തോട് പറഞ്ഞു, ആർപ്പിടുവീൻ, യഹോവ പട്ടണം നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ജനം കാഹളനാദം കേട്ട് അത്യുച്ചത്തിൽ അവർ ആർപ്പിട്ടു. ഹല്ലേലൂയ. അപ്പോൾ ആ വലിയ അത്ഭുതം അവിടെ സംഭവിച്ചു. ആ മതിൽ വലിയ ശബ്ദത്തോടെ തകർന്നു വീണു. തന്റെ ജനത്തിന്റെ കാൽക്കൽ തകർന്നടിഞ്ഞു വീണു. ആരും അതിൽ തൊട്ടില്ല അല്ലെ, ആരും വെടിവെച്ചില്ല. പക്ഷേ യെരിഹോവിന്റെ വൻമതിൽ തകർന്നു തരിപ്പണമായി. ദൈവം വലിയ അത്ഭുതം അവിടെ ചെയ്തു. യഹോവ തന്റെ ജനത്തിന് വൻ വിജയം നൽകി. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ദൈവം വലിയവനെന്ന് എല്ലാവരും അന്നറിഞ്ഞു. നമുക്കറിയാം, ദൈവത്തിന്റെ ജനം മിണ്ടാതിരിക്കാൻ പറയുമ്പോൾ മിണ്ടാതിരുന്ന അതിലും വലിയ കാര്യമുണ്ടല്ലേ. മൗനമായി ഒരു സംസാരത്തിലൂടെ നടക്കുമായിരുന്നു. മൗനമായി അനേക കാര്യങ്ങൾ അവിടെ നടക്കുമായിരുന്നു. എന്നാൽ അവരാർപ്പെട്ടപ്പോൾ ദൈവ പ്രവൃത്തി നിറവേറുകയായിരുന്നു. മതിൽ വീണ് കഴിഞ്ഞ് ഓരോ ഇസ്രായേലിനും ആളുകളെ പിടിക്കാൻ മുമ്പോട്ട് കടന്നു. യെരിഹോ വളരെ ദുഷ്ടത നിറഞ്ഞവരായതുകൊണ്ട് എല്ലാറ്റിനെയും നശിപ്പിക്കണമെന്ന് ദൈവം കൽപ്പിച്ചിരുന്നു. എന്നാൽ അവിടെ പ്രത്യേക സംഭവം നടക്കുന്നുണ്ടല്ലേ. നമുക്കറിയാം, രാഘാബ് ഒറ്റുകാരെ സംരക്ഷിച്ച വ്യക്തിയായിരുന്നു. അന്ന് ഒറ്റുകാർ പറഞ്ഞല്ലേ, ഒരു അടയാളം നീ അവിടെ ഇടണം. യെരിഹോ പട്ടണം നശിപ്പിക്കുന്ന സമയത്ത് നിന്നെയും നശിപ്പിക്കാതിരിക്കാൻ നീ ഒരു അടയാളം ഇടണം എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ എന്ത് ചെയ്തു? രാഘാബ് ചാർച്ചക്കാരെയും അവൾ ആ കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ടെടുത്തു. ആ ഒറ്റുകാരവൾ വിശ്വസിച്ചു. അവളുടെ വീട്ടുകാരെയും ചാർച്ചക്കാരെല്ലാം അവൾ കൂട്ടി വരുത്തിയല്ലേ. അങ്ങനെ ആ അടയാളം അവിടെ ഇട്ടിരുന്നു, ചുവപ്പ് ചരട് അവിടെ ഇട്ടിരുന്നു. അത്
നിമിത്തം എന്താണ് സംഭവിച്ചത്? അവിടെയും അവള് കരുതി വരുന്ന ഓരോരുത്തരെയും അവരുടെ കുടുംബക്കാരൊക്കെയും അവർ രക്ഷിച്ചു. ആ വാക്ക് വിശ്വസ്തമായി നിറവേറ്റി. എന്തൊരു മഹാസന്തോഷമാണ് നാം കാണുന്നത് അല്ലേ? ഇവിടെ ദൈവം വിശ്വസ്തൻ. ഈ എരിഹോ പിടിച്ചടക്കിയപ്പോൾ ആരും അവരവർക്കായിട്ട് ഒന്നും എടുക്കരുത് എന്നൊരു കൽപ്പന ഉണ്ടായിരുന്നു. സകല വെള്ളിയും പൊന്നും ഇരുമ്പും യഹോവയുടെ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരണം, ആരും തങ്ങൾക്ക് വേണ്ടി ഒന്നും എടുക്കരുത് എന്നുള്ള ഒരു കൽപ്പന അവിടെ ഉണ്ടായിരുന്നു. രാജാവിനെയും അവരുടെ പിതാവ്, മാതാവ്, സഹോദരങ്ങൾ എന്നിവരെയും അവർക്കുള്ള എല്ലാം ജീവനോടെ പുറത്ത് കൊണ്ടുവരപ്പെട്ടു. ചുവപ്പ് ചരട് ഏതിൻ്റെ ചിത്രമാണ്? നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി കർത്താവ് മരിച്ചപ്പോൾ ചിന്തിയ അതിൻ്റെ ചിത്രമാണ് നമുക്ക് കാണാനായിട്ട് കഴിയും. ഓർക്കുക, നമുക്ക് നല്ലൊരു രക്ഷകനുണ്ട്. ഇപ്പോഴാണ് സുപ്രസാദം, ഇപ്പോഴാണ് രക്ഷാ ദിവസം. അതുകൊണ്ട് ആ രക്ഷകനിൽ ആശ്രയിക്കാം. അവൻ്റെ രക്തം സകല പാവം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. ആ രക്ഷകനിൽ ആശ്രയിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. ഇന്നത്തെ നമ്മുടെ വാക്യം 1 കൊരിന്ത്യർ 15:57. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. 1 കൊരിന്ത്യർ 15:57. ശത്രുവായ സാത്താൻ കൊണ്ടിരുന്ന വെല്ലുവിളികളെയും കോട്ടകളെയും ഇടിച്ചു തകർക്കാൻ കർത്താവ് നമുക്ക് ബലവാനായി കൂടെയുണ്ട്. എരിഹോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല, ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാൽ വൻമതിൽ വീഴും കാൽച്ചുവട്ടിൽ, ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാൽ വൻമതിൽ വീഴും കാൽച്ചുവട്ടിൽ.